പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ വിരമിച്ച സർക്കാർ ജീവനക്കാർക്കും 2025 വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ വമ്പൻ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു. 2025-26 സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 7 അവതരിപ്പിക്കാനിരിക്കെയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ജനുവരി 17 നിയമസഭ ചേരുന്നത്. ബജറ്റ് അവതരണത്തിന് മുൻപ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഗഡുവും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാമത്തെ ഗഡുവും നൽകാനാണ് കെ.എൻ. ബാലഗോപാലിന്റെ നീക്കം. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാം ഗഡു നൽകാൻ 572 കോടി വേണമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ. 11ാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 4 തുല്യ ഗഡുക്കളായി വിതരണം ചെയ്യാനാണ് ഉത്തരവായിരിക്കുന്നത്. ഇതിൽ 3 ഗഡുക്കൾ പെൻഷൻകാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാമത്തെ ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുമെന്നായിരുന്നു ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ ഉറപ്പ് തന്റെ ബജറ്റ് അവതരണത്തിന് മുൻപ് നടപ്പിലാക്കാനാണ് ധനമന്ത്രി ലക്ഷ്യമിടുന്നത്. ജനുവരി 17 ചേരുന്ന സമ്മേളനത്തിൽ ഗവർണർ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കും. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ്. മറ്റൊരറിയിപ്പ്, സാമൂഹിക സുരക്ഷാ പെൻഷൻ അപേക്ഷകൾ ഇനി കെ-സ്മാർട്ട് വഴി നൽകാം. ഏപ്രിൽ മുതൽ ത്രിതല പഞ്ചായത്തുകളിൽ കൂടി കെ-സ്മാർട്ട് വരുന്നതോടെയാണ് പുതിയ സൗകര്യമൊരുക്കുന്നത്. ഇതോടെ കൂടുതൽ സുതാര്യമായും കാലതാമസമില്ലാതെയും സേവനം ലഭ്യമാക്കാനാവും. അപേക്ഷയുടെ നിലവിലെ സ്ഥിതിയും കെ-സ്മാർട്ടിലൂടെ തന്നെ അറിയാൻ സാധിക്കും. അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായ രേഖകൾ എന്തെല്ലാമെന്ന് സോഫ്റ്റ്വെയർ തന്നെ വിവരം നൽകുന്നതിനാൽ കൃത്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് അപേക്ഷ നൽകാനാവും. വിവിധ വകുപ്പുകളുടെയും സമിതികളുടെയും പരിശോധനയിലൂടെയാണ് പെൻഷൻ അനുവദിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപന സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയാൽ 40 ദിവസത്തിനകം തീരുമാനമെടുക്കണം. കെ-സ്മാർട്ട് വഴി സാമൂഹിക സുരക്ഷാ പെൻഷൻ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുന്നതോടെ പദ്ധതി കൂടുതൽ സുതാര്യമാകും. കെ-സ്മാർട്ട് ആധാർ വഴി ലിങ്ക് ചെയ്തിട്ടുള്ളതിനാൽ അനർഹരെ ഒരു പരിധിവരെ തിരിച്ചറിയാനുമാകും. പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടിക കെ-സ്മാർട്ടിൽ ലഭ്യമായതിനാൽ അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്കും ചൂണ്ടിക്കാണിക്കാനാവും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.